പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ അണ്ണാ, നിങ്ങളവിടെ പെട്ടെന്ന് വാ. കഴിഞ്ഞ് അങ്ങനെ ഇവിടെ പോയി കിടക്കണമെന്നോ. ഓ എന്താടാ, എന്ത് പറ്റി നിനക്ക്? ചേട്ടാ, അത് നമ്മൾ മൂന്നാളും കൂടെ ഒന്ന് ട്രിപ്പിൾ അടിച്ച് വണ്ടി വരുമായിരുന്നു. അപ്പോൾ അരിശുമൂടി ജംഗ്ഷനില്ലേ, അവിടെ ഒന്ന് വീണത്. അച്ഛനോടൊന്നും പറയല്ലേ. എന്താടാ ഉണ്ണിയാ, ഇതൊക്കെ നോക്കട്ടെ, നീ ശ്രദ്ധിക്കണ്ടേ? ഹായ്, ഞാൻ ജ്യോതിസ്. എനിക്കറിയാം, ഞാനൊന്ന് ഷോപ്പിൽ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. എൻ്റെ ലാപ്ടോപ്പ് അവിടെ നിന്നല്ലേ എടുത്തത്. HP Victus RTX 4050 Ryzen 7 അതല്ലേ സാധനം? അതെ, നൈറ്റ് ഡയമണ്ട്. വാ അകത്തേക്ക് കേൾക്കാം, പുറത്തേക്ക് ഉണ്ടോ? ബാഗിനകത്ത് ലാപ്ടോപ്പ് ആയിരിക്കുമല്ലേ? ആണോ? ഇത് ഇവിടെ വെമ്പാത്തൊരു ടീമിനെ ഇങ്ങനെ കൊണ്ടുവന്നത്. ഓ, നിന്റെ ടീംസ് ഒക്കെ എവിടെയാ? അവര് പുറത്ത് പോയിക്കോ. ഇപ്പോൾ വരും. ഈ സമയത്ത് പുറത്തു പോയാൽ ഓണർ സീനാക്കൂലേ? ഇവിടെ എത്ര പേരുണ്ടോ മൊത്തത്തില്? ഞങ്ങളിവിടെ 3 പേരാ. പിന്നെ നിങ്ങളിന്ന് രാത്രി വരുന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ആർക്കും കുഴപ്പമില്ല. ഇവനേതാണ്? അടി തന്നെ പരിപാടിയില്ല. പോ, ഞാനല്ല, അവന്മാരാ. ഓ ആക്ടിങ് വല്ലപ്പോഴും. അല്ല, ഫിൽറ്റർ സെക്കൻഡ് ഹാൻഡ് 7000. ഫിലിപ്സിൻ്റെ താകുമ്പോൾ ഒരു 3500 4000 പറ്റും. ഇതാരാ? ഞാൻ പറഞ്ഞായിരുന്നില്ലേ ചേട്ടനും കൂട്ടുകാരും വരുന്നു. ഹായ്. അവരാ. ഓ ഹലോ. നല്ല വീഴ്ചയല്ലേ വീണ്. ഒന്നും പറയണ്ട. എവിടെയാണെന്നാ എത്ര നേരം? രാത്രിയിലെ കറക്കത്ര സേഫ് അല്ല കേട്ടോ, കള്ളന്മാരൊക്കെയുള്ള കാലം. ശരിയാട്ടാ. തൊട്ടടി എന്നാ വാഴയ്ക്കപ്പം കഴിക്കണ്ടായിരുന്നു. എടാ, നിങ്ങളുള്ള കാര്യം പറഞ്ഞേക്ക്. നമ്മുടെ ചേട്ടനല്ലേ, ഫ്രീ മനസ്സിലാവും. ഓക്കെ. ചേട്ടാ, ഇതിപ്പോ പറയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് ബാഡായിട്ട് തോന്നും. നിങ്ങൾ ആ സെൻസ് എടുത്താൽ മതി. അത് ശരിയാട്ടോ, ബാഡ് സെൻസിലൊന്നും എടുക്കണ്ട. ഞങ്ങളെല്ലാരും കൂടെ ഒരു 1.5 ആഴ്ച മുന്നേ
ഒരു 3-4 കളർ കോഴിക്ക് നിങ്ങളെ മേടിച്ചു. വെറുതെ ഒരു രസത്തിന്. ഞങ്ങളതിന് ഫുഡും കൊടുത്ത് തീറ്റയും കൊടുത്ത് ഒരു മൂഡിലങ്ങ് പോവായിരുന്നു. ഞങ്ങളൊരു ദിവസം പുറത്തു പോയി വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ കഴിക്കുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ദിവസം പുറത്തു പോയി വന്നപ്പം ഈ കോഴിക്ക് നിങ്ങളുടെ തല എവിടെ വാലെവിടെ ആകെ കടിച്ച് കൊന്ന പൂച്ച, പന്ന പൂച്ച. നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ അതിനെ കൊന്നു. കുഴിച്ചിട്ട് പിന്നെ ദേഷ്യം വരാതിരിക്കും. അത്ര ക്ലോസ് ആയി പോയില്ല ഞങ്ങളാ കുഞ്ഞുങ്ങളോട്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. സംഭവം ഞാൻ വൈലൻസിനെതിരാ, പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഇവരെ ചേട്ടനാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ ചെയ്യാം, അല്ലേ? അല്ലേ 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 അല്ലേ? എടാ മോനെ, ടോയ്ലറ്റ് എവിടെയാണാ? കൊള്ള അമ്മമാർക്ക് താഴെ വരില്ല കൊണ്ട് വെച്ചൂടെ? എന്തൊരു ചേട്ടൻ എന്താ പരിപാടി? എടാ മൂപ്പര് നമ്മളെ പോലെ വീട്ടക്കാ. ഓ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓ ലാപ്ടോപ്പിന്റെ സെയിൽസ് സർവീസ് ആണ് ഇങ്ങ് പാലക്കാട്. പിന്നെ ലാപ്ടോപ്പ് മാത്രല്ല എല്ലാ ഗാഡ്ജറ്റ്സും ഉണ്ട്. ബെസ്റ്റ് പ്രൈസിൽ കിട്ടും. എന്ത് പേര് വിളിച്ചാൽ മതി. എടാ ചോദ്യം, നാളെ തന്നെ പരിപാടി എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വിടണം. പിള്ളേർ കുറച്ച് സീനാ. കുറച്ചധികം സീന. എടാ നീ ആ ലോക്കൽ ന്യൂസ് ചാനൽ ഒന്ന് നോക്കും. നോക്കുക. സംഭവം ഇതുവരെ ന്യൂസ് ഒന്നും ആയിട്ടില്ല. അധികം വയ്യേണ്ടത് പുറത്തു വരും. അതിനു മുമ്പ് നമുക്ക് സ്ഥലം വിടണം. ലോക്കൽ ചാനലും ഇന്നുവരെ വന്നിട്ടില്ല. നമുക്ക് ആ ഹരിയണ്ണന്ന് വിളിക്കാം. ഉച്ചയ്ക്കുമ്പോ സ്ഥലം വേണമെങ്കിലേ അടിയിൽ ഇപ്പോഴെങ്കിലും സെറ്റാക്കുന്നത് നല്ലത്. വിളിക്കാല്ലേ? ആ ഹരിയേട്ടാ, നമ്മളിവിടെ ശ്രീകാര്യത്തുണ്ടേ ഒരു 10 ലാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 4 കാര്യങ്ങളൊന്ന് വേഗമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാറുണ്ട്. കുറച്ച് റിസ്ക് ആണ് ഇവിടെ നിൽക്കല്. നീ എന്താ ഈ പറഞ്ഞേ? 4 നമ്മൾ ഈ പരിപാടി എത്ര കാലമായിട്ട് തുടങ്ങിയതാണ്. നീ ഇങ്ങനെ 4 എന്നൊക്കെ എടുത്ത് പറഞ്ഞ ഞാനിപ്പോ എവിടെ നിന്ന് തൊണ്ടരാണ്. നീ 3 ആണെങ്കിൽ പറ. പറ്റത്തില്ല 2-3 മുതലൊക്കെ ചാടിയതാ. 3 പറ്റില്ലാണ്. നിങ്ങൾക്ക് അറിയുന്നല്ലേ ഈ പണിയുടെ റിസ്ക്. പിന്നെ നമ്മുടെ ഒരു മാക്ക് കൂടി ഉണ്ട്. എടാ നീ ഇങ്ങനെ പെങ്കിടി പിടിക്കല്ലേ? മാക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നീ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ നിന്നെ പിണക്കി വിട്ടൂല, എനിക്കറിയാലോ. നിങ്ങക്ക് പറ്റില്ലേ പറയണ. നമ്മളത് പാലക്കാട് പോയി സെക്കൻഡ്സിന് പറ്റുള്ളൂ. നമുക്ക് ഒരുമിച്ച് പാലക്കാട് പിന്നെ പോകാൻ. ആ അണ്ണാ, ഒരു കാര്യം കൂടി, ഒരു പാഷൻ പ്ലസും കൂടി ഒന്ന് മറിച്ചു തരാൻ പറ്റുമോ? കൊള്ളാട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. ഇതോടുകൂടി പരിപാടി എടുത്തറ. മടുത്തു. നിർത്താൻ എന്തിനു നിർത്താൻ? എടാ ചോദ്യം, എപ്പോഴും പിടിവിടാൻ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫ്. ഈ പേരും പറഞ്ഞു ഒരു പെണ്ണ് പോലും കിട്ടടാ നമുക്ക്. ആഹാ, അങ്ങനെ നിർത്താൻ പറ്റുന്ന പരിപാടിയാണ് നമ്മളെ കുറെ കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ? എത്ര പിള്ളേരെ പാക്കിട്ടുണ്ട് നമുക്ക് ഈ പണി കാരണം. നിർത്തണം നമുക്ക്. ഒരു മൈനുമില്ല. കള്ളൻ അതും മതി, എത്തിക്സ് ഉള്ള കള്ളൻ. അതൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട. ഞാൻ എന്തായാലും നിർത്താം. നീ എന്തിനും കാണി. ഞാൻ നിർത്തുള്ളൂ. അല്ല പിന്നെ ആശാനെ, ഇന്നലെ രാത്രി ഇവിടെ അടുത്തൊരു PG-യിൽ വിലയുടെ ലാപ്ടോപ്പ് ആരോ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് നമ്മളെ വണ്ടിയും കൊണ്ടുവന്ന് തോന്നുന്നു. രാവിലെ സാധനം എടുക്കും. സാധനം അതിനകത്തുണ്ടായിരുന്നു. ആശാനെ, ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിനി അന്വേഷിച്ചിട്ട് ഞാൻ പറയാനെ. എന്തായാലും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഹലോ, നിങ്ങളവിടെ പെട്ടെന്ന് 2 മിനിറ്റ് പോരാ. ഹലോ, ഇത് ന്യൂ വേവ് ലാപ്ടോപ്പ് കട അല്ലേ? അതെ സാർ, പറയൂ. എനിക്കൊരു ബൾക്കിന് ലാപ്ടോപ്പ് എടുക്കാൻ താല്പര്യമുണ്ട്. ഇത് ഓണറിന്റെ നമ്പർ ഒന്ന് തരാമോ? അയ്യോ സാർ, ഓണർ ഇപ്പൊ ഇവിടെ ഇല്ല, ട്രിവാൻഡ്രത്ത് പോയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എവിടെ? അത് എനിക്ക് അറിയില്ല സാർ, കറക്റ്റ് അറിയില്ല. അല്ല, ഇവിടെ എങ്ങനെ അടുത്ത് കടയിലാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ. തിരുവനന്തപുരത്താണല്ലേ?
ഓണറിന്റെ നമ്പർ ഒന്ന് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരാൻ പറ്റുമോ? അയ്യോ സാർ, നമ്പർ ഒന്നും അങ്ങനെ തരാൻ പറ്റില്ല. ഞാനൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയാം വേണേ. ആ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ചേച്ചി, എടാ, തിരുവനന്തപുരത്തുനിന്നേ ഒരു പയ്യൻ വിളിച്ചായിരുന്നു. എന്തോ ലാപ്ടോപ്പിന് എന്തോ കാര്യം ചോദിക്കാം. എന്തോ നമ്പർ എന്തോ ചോദിച്ചു, കൊടുക്കട്ടെ? ചേച്ചി എന്ത് പറയണേ? നമ്മള് പുറത്തേക്ക് നമ്പർ ഒന്നും കൊടുക്കാറില്ലല്ലോ. വെറുതെ വേണ്ട, കൊടുക്കണ്ട. ആ ഓക്കെ, ശരി ശരി. ശരി ചേച്ചി, വെറുതെ വേണ്ട. ഓക്കെ സാർ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, നമ്പർ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, സോറി. ചേട്ടാ, വണ്ടിയുടെ ചാവി ഒന്ന് തരാവോ? ഞങ്ങളുടെ വണ്ടി 2 ദിവസം മുന്നേ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ ഒന്ന് പുറത്തു പോകാൻ. ചോദ്യം ചാവി ഇല്ലാത്ത വണ്ടിയാടാ അത്. അല്ല, സാധനം ഉണ്ടായിരുന്നു, പക്ഷെ കളഞ്ഞുപോയി. നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടി അറിവേ. അപ്പൊ പിന്നെ എടുത്തിട്ട് വരുമ്പോ തന്നെ ചാവി ഇല്ല നമ്മുടെ. കൂട്ടുകാരനാ? ഏത് കൂട്ടുകാരനാ? ചേട്ടനോട് പഠിച്ചതാ, യേശുദാസ്. ശ്രീയടുത്തുള്ളതാ. യേശുദാസിന്റെ. യേശുദാസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീകാര്യത്തും യേശുദാസാ. അടുത്ത ബസ്സിന് വിളിക്കാം. എടാ, എന്തോ ഒരു വശപ്പശ കൊണ്ട് അമ്മാരുടെ വണ്ടി എന്തായാലും ചെക്ക് ചെയ്യണം. ശരിയാ, അവന്മാര് കുറച്ച് റോങ് വൈബാ. എടാ, ഇതൊരു കാറിന്റെ നമ്പറാടാ. ഇതെന്താ, അരിപ്പൊടിയോ? ഇത് മറ്റവനാ, എം. എനിക്കിവിടെ ഒരെണ്ണം താ. നിനക്ക് വേണം ഒരെണ്ണം? സോറി. ചേട്ടൻ എന്തായിരുന്നു പരിപാടി? ലാപ്ടോപ്പിന്റെ സെയിൽസ് ഇന്നലെ പറഞ്ഞില്ലേ? ലാപ്ടോപ്പ് മാത്രമേ ഉള്ളോ? വാർത്തകളുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഒന്നുമില്ല, വെറുതെ നിർത്തി എടുക്കണ്ടേ. ഹലോ, പാലക്കാട് നിങ്ങളുടെ ബിസിനസ് എവിടെയാന്ന് പറയാ? പാലക്കാട് നമ്മുടെ വളരാടാ, ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരും. ആ, സ്റ്റേഷന്റെ അടുത്തല്ലേ? അപ്പൊ നിങ്ങക്ക് എക്സ്പോർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. എക്സ്പോർട്ടിങ്? എന്തിന്റെ എക്സ്പോർട്ടിങ് ആണോ? ലാപ്പിന്റെ എക്സ്പോർട്ടിങ്. ലാപ്പിന്റെ എക്സ്പോർട്ടിങ് എളുപ്പം, ട്രെയിനൊക്കെ ഉണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി? അല്ല, അതല്ല, നിങ്ങൾ ലാപ്ടോപ്പിന്റെ പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലമായി? 4 കൊല്ലം പറഞ്ഞില്ല നിങ്ങളത്. ഓ, ഇപ്പൊ 4 കൊല്ലമായിട്ട് ഹൈ ആണല്ലേ? എന്ത് ഹൈയാന്ന് പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയാണോ ചോദിക്കണത് നീ? മഹാദറ, അല്ല നിങ്ങക്ക് എങ്ങനെ ഇത്ര നൈസായിട്ട് കള്ളം പറയാൻ പറ്റുന്നത്? കള്ളോ? മനസ്സിലായില്ല. നമ്മളെന്താ പൊട്ടന്മാരാന്ന് വിചാരിച്ചേക്കണേ? ഓ, മനസ്സിലായില്ല. മനസ്സിലായി തരാം, വഴിയാ മനസ്സിലായി തരാം. ഇവനിത് എന്തിന്റെ അഴപ്പാ? ആ ചേട്ടാ, ഇപ്പൊ മാർക്കറ്റിലെ എമ്മിനെന്താ വില?
എം സീരീസ് ആണെങ്കിൽ 8-ന് ഒരു 60, 16 ഒരു 75. 75? എടാ നീ നെട്ടല്ലേ, നമ്മുടെ 32 വരെ ഇറക്കാൻ പറ്റും. 32? 2 1-ന് കിട്ടുന്നു. ഞാൻ ഇറക്കി തരാം നിനക്ക്. മാക്കുണ്ട്, അസീസുണ്ട്, വിക്ടസ് ഉണ്ട്. ഭാഗ്യം പിള്ളേരൊന്നും നോക്കിയിട്ടില്ല. ഇവന്മാർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. ഇവന്മാരെ നമ്മളോട് ഒരുമാതിരി കുത്തി ചോദ്യം ചോദിക്കുന്നത്. ഇവന്മാർ ആകപ്പാടെ സീനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ പറ്റത്തില്ല. പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി സംഭവം റോങ് ആവുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ഹരിയണ്ണനെ വിളിച്ച് ഡീൽ ഉറപ്പിക്കാൻ നോക്കും. അണ്ണാ എന്തായി, നമ്മള് പറഞ്ഞ പൈസക്ക് നടക്കുവോ? 4 നടക്കൂല കേട്ടോ, 4 നടക്കൂല. ചോദിച്ചു നടക്കില്ല. അണ്ണാ ഞാൻ പറഞ്ഞല്ലേ, കഷ്ടപ്പാടൊക്കെ അറിയുന്നല്ലാണ്. മാക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അണ്ണാ. നീ ഒരു കാര്യം ചെയ്യ്, നീ പാലക്കാട് പോയിട്ട് വിറ്റോ. അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അണ്ണാ. ശരി അണ്ണാ, ഓക്കെ. നടക്കില്ലടാ, നടക്കില്ലേ? നടക്കില്ല. പരിപാടി നോക്കാം. എന്തായാലും ഉണ്ട് ഇവന്റെ കാര്യം ചെയ്യാം. നേരത്തെ ചേച്ചി വിളിച്ചോണ്ട് ടീംസ് ഇല്ലേ, അവന്മാർക്ക് സാധനം വിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് വലിയ, അല്ലെങ്കിൽ മണി പാടും. ഞാൻ ചേച്ചിനെ വിളിച്ചോട്ടാ. പെട്ടെന്ന് ചേച്ചി, രാവിലെ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞില്ലേ ലാപ്ടോപ്പ് വെച്ചിട്ട്, അവനാ നമ്പർ ഒന്ന് കൊടുത്തേക്കട്ടാ. ഹലോ ഹലോ സാർ, ഉച്ചക്ക് വിളിച്ചായിരുന്നില്ലേ? ഓണറിന്റെ നമ്പർ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ ചേച്ചി, ഞാൻ വിളിച്ചു നോക്കാം. ശരി. ഹലോ, ചേട്ടാ ഇത് ന്യൂ വേവ് ലാപ്ടോപ്പ് മുതലാളിയല്ലേ? അതെ അതെ, എന്താണ് ചേട്ടാ? ഒരു ബൾക്കിന് കുറച്ച് ലാപ്ടോപ്പ് വേണം. ഞാൻ വിളിച്ചായിരുന്നു കടയില്. ചേച്ചി വിളിച്ചാ? അതെ അതെ അതെ. എത്ര ലാപ്ടോപ്പ് പറഞ്ഞേ? ചേട്ടാ 8 ലാപ്ടോപ്പ് വേണം നമുക്ക്. ഓ 8 ലാപ്പല്ലേ? നമ്മളൊരു 10 മിനിറ്റിൽ ഇറങ്ങും. ചേട്ടാ ഞാൻ ശ്രീകാര്യത്തുണ്ട്. അങ്ങനെ ലൊക്കേഷൻ അയക്കാം, നീ വേഗം പോരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. പൊന്നടാ, നീ ഇങ്ങനെ ഇരിക്കല്ലേ? നമ്മള് രാവിലെ തൊട്ട് ഇത്രയും ചോദ്യം ചെയ്തിട്ട് അവന്മാര് കമാന്ന് ഒരു അക്ഷരം വേണ്ടിയോ? എടാ ഇത് ഉരുണ്ട് കളിക്കുന്നതാടാ അവന്മാര്. പക്ഷെ സംഭവം കൺഫേംഡാ, സാധനം അവന്മാർ തന്നെ. അല്ലടാ, ഇതാരെങ്കിലും അവർക്ക് പണി കൊടുത്തായിരിക്കും. മൂപ്പര് നല്ല ഡീസന്റാ, നിങ്ങൾ കണ്ടല്ല അവരെ. എടാ നീ തന്നെ അങ്ങ് പോയി ചോദിക്കും. അപ്പൊ എന്താ പറയുന്നത് നോക്കാലോ. എടാ ഈ സാധനം ഡീൽ ചെയ്യുന്ന എന്തോരം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ ഡാഡി ഇതല്ലേ ചെയ്യുന്നേ. ഐ മീൻ എന്റെ ഡാഡി പോലീസ് അല്ലേന്ന്. എടാ ഇവന്മാർ ലാപ്ടോപ്പ് വെക്കാരൊന്നും വന്നൊന്നും അല്ല. ഇവന്മാർ ഇമ്മാരി സെറ്റപ്പും ഡീലിങ്സും ഒക്കെയാണ് നടത്തി ജീവിക്കുന്നത്. അനന്താ, ഇതിപ്പോ ഇവിടെ വെച്ച് പിടിയാണെങ്കിലേ നമ്മള് മൊത്തം കുടുങ്ങും. പിന്നെ നമ്മളെ അകത്താ. അതുകൊണ്ടേ നീ അവരോടൊന്ന് പോയിട്ട് കാര്യം ചോദിക്കും. പിന്നെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവാൻ പറ. അതുകൊണ്ട് നമ്മൾ പോവാട്ടോ, സാധനം വെക്കാൻ വേണ്ടിയില്ലേ. നാട്ടിൽ പോയിട്ട് വിൽക്കാൻ പറ്റുമോ നോക്കാം. ചോദിക്ക് എല്ലാവരും അങ്ങ് പോവാട്ടോ. പോവണോ? എവിടേക്ക്? ഇതിപ്പോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളെ തപ്പിക്കൊന്നു കഴിഞ്ഞാൽ ഞങ്ങള് പെട്ടില്ലേ? പോലീസ് ഇവിടെ വരണത്? ഓ ആക്ടിങ് ഒന്നും അറിയാത്ത പോലെ. ആ പുറത്തിറങ്ങണ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഏതോ കാണില്ല. അത് പെട്ടെന്നിട്ടപ്പോ മാറിപ്പോയായിരിക്കും അല്ലേ? നമ്പർ പ്ലേറ്റ് മാത്രല്ല, വണ്ടിയുടെ സീറ്റിന്റെ അടിയിലുള്ളേ എമ്മ. എമ്മ? അണ്ണാ ഈ എമ്മ വെച്ചാൽ എടോ ഡ്രഗ്സ് ആണോ? ഡ്രഗ്സ് കടന്നു ഉരുളല്ലേ? നിങ്ങള് ലാപ്ടോപ്പും കോപ്പും ഒക്കെ മറയാക്കിക്കൊണ്ട് ഡ്രഗ് ഡീലിംഗ് പരിപാടി ഞങ്ങൾക്ക് മനസ്സിലാണോ? ചേട്ടാ ഇവന്മാര് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് ഈ പ്രാവച്ചമ്പലത്തെ കുഞ്ഞമ്മയ്ക്ക് അരിപ്പൊടി വേണമെന്ന് പറഞ്ഞപ്പോ നമ്മള് അങ്ങോട്ട് മാറി നിക്കടാ. ഉള്ളതുപോലെ പറയാനുള്ള നട്ടല് കാണിക്കടാ. പോലീസിനെ വിളിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടൊന്നുമല്ല. ഡോ തനിക്ക് എന്റെ അച്ഛന്റെ പ്രായമില്ലടോ, വല്ല പണിയെടുത്ത് ജീവിച്ചോളേ. എടാ ഇവന്മാരോടൊക്കെ ചോദിക്കേണ്ട രീതി എനിക്കറിയാം. ഡാരിസേ കൊല്ലണ്ട. 2 ദിവസം മുന്നേ പാതിരാത്രി ഒരു 2-2:30 സമയം അരിശൻമൂട് ജംഗ്ഷനിൽ ഒരു ബൈക്ക് ഒരു പയ്യനടിച്ചിട്ടുണ്ട്. ബൈക്കിൽ മൊത്തം 3 പേരാണ്. ആ വഴി വന്ന ഓട്ടോറിക്ഷക്കാരൻ ആ പയ്യനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി.
ആ പയ്യൻ ഇന്നലെ മരിച്ചു. ഇടിച്ചവന്മാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹിറ്റ് ആൻഡ് റണ്ണാണ് ഈ വകുപ്പ്. ആ പയ്യന്മാര് നിങ്ങളാണെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ പറ, ഞാൻ വിളിക്കണ പോലീസിനെ അതോ നിങ്ങൾ വിളിക്കണ പോലീസിനെ? അണ്ണാ അത് ചെറിയ ഇടിയൊന്നുമില്ല, വലിയ ആക്സിഡന്റ്. ആ ബക്കറ്റ് നിറച്ച് വെള്ളമായിരുന്നു. ആ അണ്ണാ, ഇത് സഹായം ചെയ്യാൻ പറ്റുമോ? ഈ മെഡിക്കൽ കോളേജിൽ 2 ദിവസം മുമ്പ് പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ടൊരു പയ്യനട്ടിട്ടേക്ക്. അവന്റെ കാര്യം ഒന്ന് തിരക്കാൻ അറിയാം. അണ്ണാ അത് ഇവര് തന്നെ ആയിരിക്കുമോ? ഞാനതൊന്ന് വെറുതെ ഇട്ടോക്കിയല്ലേ. അപ്പൊ എന്താ വണ്ടി ഓടിച്ചിട്ട് யாரு வேணும் ஆகல, இந்த அபினவ் ஆகல, இந்த டான்ஸ் ஆகல, இந்த அஜயோட கசின் இந்த ஏ கூட ஆகല. ആണോടാ? നീ അല്ലേടാ വണ്ടി ഓടിച്ചത്? ചേട്ടാ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. മോനെ, അറിയാതായാലും അറിഞ്ഞോണ്ടായാലും കൊലപാതകം ഇല്ലേ? മരിച്ചാൽ തട്ടിപ്പോയില്ലേ? തിരിച്ചൊന്നും വരത്തില്ലല്ലോ. വണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ ഓടണം. ഇവര് 10-250 ഗ്രാം കാണും. മറിച്ച് കിട്ടാനല്ല പൈസ. പോരാ നിനക്ക്. മോനെ ഒന്നും പേടിക്കണ്ട, അണ്ണ എല്ലാം ഡീലായിക്കോളും. അല്ലെങ്കിൽ എന്താ, ഞാനിവിടെ ഇല്ലേ? അല്ല ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങൾക്കോ? അല്ല ഈ CCTV ഉള്ള പേജിലൊക്കെ കയറുമ്പം അതൊരു പ്രശ്നമാവില്ലേ? CCTV പേജിൽ ആരെങ്കിലും കയറുമോ? പിടിക്കത്തില്ലേ? നിങ്ങളെ പോലുള്ള പിള്ളേര് സിനിമയ്ക്ക് പോകുമ്പോഴോ ടർഫിൽ പോകുമ്പോഴോ ലൗകോഷത്തിൽ കറങ്ങാൻ പോകുമ്പോഴല്ലേ നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ട് ഇത് ചെയ്യത്തില്ല. ഇന്ന് തിരുവനന്തപുരം ആണെങ്കിൽ നാളെ കൊല്ലം, നാളെ കൊല്ലമാണെങ്കിൽ തൃശ്ശൂര്, ഹോസ്ദുർഗ്, പ്രാവച്ചമ്പലം, കാശ്മീർ. ഏതാ പാനിന്റെ മോഷണം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നു നമ്മുടെ തൃശ്ശൂര്. എന്തുട്ടാ ചേട്ടന്റെ സെറ്റപ്പ്? അപ്പൊ നിന്റെ ക്യൂരിയോസിറ്റിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം ഇല്ല. നിനക്ക് താല്പര്യമില്ല. ഒന്നും ഉള്ളിട്ട് വരാം. ഇങ്ങനൊന്നും ഇടിക്കില്ലട്ടാ. തൂങ്ങാൻ പെട്ടെന്ന് വാടാ. നശിച്ച ലോകത്തോട് വിട. ഗുഡ് ബൈ അമ്മ. അപ്പൂപ്പ ഞാനിതാ വരും. എന്താ ഉണ്ണി കാണിച്ചേ? അച്ഛക്ക് ചത്തൊന്നുമില്ലടാ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ. ചത്തില്ലേ? ഇല്ല. എടാ നീ ഇവിടെ നിന്ന് വന്നേ. ഞാൻ ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്. ഇതല്ലേ ഇതേക്ക് എനിക്ക് ഈ സാധനത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നീ ഫിറ്റ് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, ഞാൻ ഫ്രഷ് അല്ലേടാ. ഇങ്ങനെയൊക്കെയല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഇപ്പൊ ഇത്ര വലിയ കാര്യമൊന്നുമല്ല, നമ്മളിത് ഇത്ര കണ്ടിരിക്കുന്നു. നീ ചുമ്മാ പോ, എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ട് കേട്ടാ. പക്ഷെ അവന്മാരുടെ തൂക്കിലിടിച്ചാലാ. അമ്മമാരൊരു കാര്യേ, എന്തൊക്കെ വള്ളി പിടിക്കണമാര്. ശരിയാണോ?
പിള്ളേരൊക്കെ ഇപ്പൊ സ്കിബിഡിയ ഇതൊരു ചേട്ടാ ഒരാലോസ്. ആ ഇങ്ങോട്ട് പോരെ, ഞാൻ വീട്ടിലുണ്ട്. ആരാണോ? അവനാ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പറ്റാ. എടാ ഉള്ളില് പേടി കാണും, പക്ഷെ മുഖത്ത് കാണിക്കില്ല. ആറാജേ ഞാനാ. ഒന്നിങ്ങൊന്ന് ഞാൻ അവിടെ ലാപ്ടോപ്പിന് വേണ്ടിയല്ല വന്നു. എന്റെ വണ്ടി അവിടെ ഞാൻ ആരോട് പോലീസിനെ കൂട്ടിക്കൊണ്ട് വന്നില്ല. ഇത് വേറെ ആരും വേറെ രീതി ചെയ്താണ്. പോലീസ് വന്നാ ഞാനാണ് ഇവിടെ അതോ നീയാണ് ഇവിടെ? അതിനുള്ള സാധനമൊക്കെ നമ്മൾ കണ്ടു. നീ ഇപ്പൊ തൽക്കാലം വണ്ടി എടുത്ത് വിടി. ഇപ്പൊ തൽക്കാലം എനിക്ക് വള്ളി ഓടിയാൻ താല്പര്യമില്ല. താനെന്നെ കൂടുതൽ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. വണ്ടി എടുത്ത് പോടാ. ഇനി തലേമാനം പിടിച്ചോണ്ട് നമ്മളെ പുറകെ വരരുത്. ഈ വഴി വിട്ടോണം. ശരി. എത്ര രൂപയുടെ സാധന പോണേ? ഹലോ, ശ്രീകാര്യപൂർ സ്റ്റേഷൻ അല്ലേ? പണ്ട് ഇതുപോലൊരു മതിലിൽ വെച്ചാ ഞാനും അജയണ്ണും കണ്ടത്. അണ്ണ മതിലിനപ്പുറത്ത്, ഞാൻ മതിലിപ്പുറത്ത്. ഞാൻ ചാടിയപ്പോൾ അങ്ങേരുടെ മണ്ടേ കൂടെ. പിന്നെ ഞങ്ങൾ കുറേ മോഷണങ്ങൾ നടത്തി. മിക്കതും കൊല്ലം പാൻ ഇന്ത്യ, അറിയാലോ. അങ്ങേരിപ്പോൾ റിട്ടയറായി. മൃഗമായി, കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മളാണല്ലോ ടീം. നമ്മുടെ കാലം അല്ലേ ഇത്. വി വിൽ സ്കോർ ഹൈ. ഓക്കെ ബോയ്സ്, 1 മിനിറ്റ് കൊണ്ട് കറണ്ട് പോകും. 10 മിനിറ്റ് സമയം കിട്ടും. തിരിച്ചിവിടെ തന്നെ വരണം. എല്ലാ പരിപാടിയും അറിയാലും. ദ പ്ലാൻ ഈസ് ഓൺ.